ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി രംഗത്ത്. ഗാസയിൽ നടക്കുന്ന സംഭവങ്ങളോട് മോദി സർക്കാർ തുടരുന്ന നിശബ്ദതയും അവിടെ നിഷ്ക്രിയ സമീപനവും ധാർമ്മികമായും ദേശീയ താൽപര്യത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുമുള്ള വിശദീകരണത്തിന് അവിടെ അതീതമാണ് എന്നതാണ് സോണിയാഗാന്ധിയുടെ വിമർശനം. ഇത് മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കരിവാരി തേക്കാനുള്ള ശക്തമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരാമർശം എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ദേശീയ ദിനപത്രമായ ദ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് സോണിയാഗാന്ധി കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തെ ചോദ്യം ചെയ്യുന്നത്. ഗാസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുമുള്ള ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും ഇന്ത്യ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് അവർ ആരോപിക്കുന്നത്. ഈ സമീപനം ഇന്ത്യയുടെ വിദേശ നയത്തിന് തിരിച്ചടിയായി എന്നും വർഷങ്ങളായി തന്നെ ഇന്ത്യക്ക് അടുത്ത ബന്ധമുള്ള പാലസ്തീൻ, ഇന്ത്യൻ, വിശാലമായ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ രാജ്യങ്ങളുമായുള്ള അവിടെ വിശ്വാസ ബന്ധത്തെ ഇത് ബാധിച്ചേക്കുമെന്നതാണ് സോണിയാഗാന്ധി അഭിപ്രായപ്പെടുന്നത്. കൂടാതെ തന്നെ ഇന്ത്യ ആഗോള പൊതുജന അഭിപ്രായത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നതാണ്. അതിലൂടെ തന്നെ അതുമാത്രമല്ല, ഇതിലൂടെ മേഖലയിലെ നയതന്ത്രപരമായ ഇടം നേടാൻ പാകിസ്ഥാൻ അവസരം ലഭിച്ചുവെന്നും അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടെ തന്നെ അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ചതിനെയും ഇവിടെ സോണിയാഗാന്ധി വിമർശിച്ചിട്ടുണ്ട്. ആ സന്ദർശനത്തിനെ അമ്പരപ്പിക്കുന്ന തന്ത്രപരമായ തീരുമാനം എന്നതാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ പശ്ചിമേഷ്യയിലെ വിഷയങ്ങളിൽ ഇന്ത്യ സമതുലിതമായും ഉത്തരവാദിത്തപരവുമായ അവിടെ വിദേശ നയമാണ് പിന്തുടരുന്നത് എന്നതാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. മേഖലയിലെ സമാധാനത്തിനും സംരക്ഷണത്തിനും ഇന്ത്യ തുടർച്ചയായി തന്നെ പിന്തുണ നൽകുന്നുണ്ട് എന്നും സർക്കാർ ആവർത്തിച്ചിവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും ഈ വിമർശനത്തിനോട് ഗാസ യുദ്ധം, ഇന്ത്യയുടെ വിദേശ നയം, പശ്ചിമേഷ്യയിലെ നയതന്ത്ര ബന്ധങ്ങൾ എന്നിവ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാക്കുകയാണ്. മോദി സർക്കാരിന്റെ തുടർച്ചയായ മൗനത്തെ യുക്തിസഹജമായോ അല്ലെങ്കിൽ ധാർമ്മികമായോ വിശദീകരിക്കാൻ കഴിയില്ല എന്നതാണ് സോണിയാഗാന്ധി തന്റെ ലേഖനത്തിൽ പറയുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ ആത്മാവ് ഇന്ത്യ പാലസ്തീനുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ദേശീയ താൽപര്യത്തിന്റെ കണക്കുകൂട്ടൽ, ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഗാസയിലെ വംശഹത്യ നടപടികൾ, അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ലക്ഷക്കണക്കിന് പാലസ്തീൻ കുടുംബാംഗങ്ങളെ ക്രൂരമായി തന്നെ നാടുകടത്തൽ, കുടിയേറ്റക്കാർ അല്ലെങ്കിൽ കുടിയിറക്കൽ എന്നിവയ്ക്കെതിരായ ആഗോള അഭിപ്രായത്തിൽ ഇന്ത്യ പ്രതികരണം അറിയിക്കണമെന്നതാണ് അവർ പറയുന്നത്. ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ക്രൂരവും ഭയാനകവും പൂർണ്ണവുമായ അസ്വീകാര്യവുമായ ആക്രമണം മുതലുള്ള 2.5 വർഷത്തിനിടയിൽ ഇസ്രായേലുമായി സായുധ സേനയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും പ്രതികാരം മനഃപൂർവ്വമല്ലാത്ത ക്രൂരതയും അതുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സോണിയാഗാന്ധി ഈ ഒരു പുറത്തു വന്ന ലേഖനത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാണ് എത്രത്തോളം ഇന്ത്യയെ ഇകഴ്ത്തി കാട്ടാനാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഇകഴ്ത്തി കാട്ടാനാണ് ഇവിടെ സോണിയാഗാന്ധി ഈ ഒരു ദിനപത്രത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു വിലയിരുത്തലായി തന്നെ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി തന്നെ പൊതുജനങ്ങളടക്കം ഇവിടെ ഉയർത്തുന്ന ഒരു വിലയിരുത്തൽ എന്നത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.